പൊള്ളുന്ന ചൂട്. ചൂടൊന്ന് കുറക്കാമെന്ന് വിചാരിച്ച് മക്കളുടെ അടുത്തേക്ക് പോയി, ഫരീദാബാദ്. അവിടെ എത്തിയപ്പോഴോ പട പേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെയായി. ഈ ചൂടൊന്ന് കുറക്കാൻ വേണ്ടി നമുക്ക് മേഘാലയയിലേക്ക് പോയാലോ എന്ന് മക്കൾ പറഞ്ഞു. ഞങ്ങൾക്കും ഏറെ സന്തോഷം. വർഷത്തിൽ എല്ലാ ദിവസവും മഴ പെയ്യുന്ന മൗസിൻറാമും ചിറാപുഞ്ചിയും ഒക്കെയുള്ള പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ വെള്ളച്ചാട്ടങ്ങളുടെയും ഗുഹകളുടെയും ഒക്കെ നാടായ മേഘാലയ ഞങ്ങളുടെയും ഒരു സ്വപ്നമായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ആസാമിലെ ഗോഹട്ടി എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലേക്ക് കാറിലാണ് പോകുന്നത്. ഞങ്ങളുടെ ഡ്രൈവർ ഹുസൈൻ ചേട്ടൻ ആസാമിലെയും മേഘാലയയിലെയും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്നു. ആസാമിൽ നിന്ന് ഷില്ലോങ്ങിലേക്കുള്ള യാത്രയിൽ ഇരുവശത്തും കാണുന്ന കാഴ്ചകൾ നമ്മുടെ കേരളത്തോട് വളരെ സാമ്യമുള്ളതാണ്. വയനാട്ടിലെയും ഇടുക്കിയിലെയും ഒക്കെ ഒരു ഭൂപ്രകൃതി, മലനിരകൾ, മരങ്ങൾ, തണുപ്പ്, അങ്ങനെ നല്ല രസമുള്ള ഒരു യാത്ര. നമ്മൾ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലാണ് ഇവിടെ വന്നത്. മൺസൂൺ അല്ലാത്തപ്പോഴും മേഘാലയയിൽ വർഷത്തിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും മഴ പെയ്യും. മഴയും നല്ല തണുത്ത കാലാവസ്ഥയും ഒക്കെ ഉള്ളത് കൊണ്ടാവാം ഇവിടെ നല്ല ഭംഗിയുള്ള ധാരാളം ചെടികളും പൂക്കളും ഒക്കെ കാണാം. ഞങ്ങൾ ഇവിടുത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ എലിഫന്റ് വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. 3 ലെയറായിട്ടാണ് ഇവിടുത്തെ വാട്ടർഫോൾസ് ഉള്ളത്. 3 സ്റ്റെപ്പ് വാട്ടർഫോൾസ് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഇവിടുത്തുകാർ ഈ വെള്ളച്ചാട്ടത്തിന് നൽകിയിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാം, പക്ഷേ അതിന്റെ പ്രൊനൗൺസിയേഷൻ ശരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കാം. എലിഫന്റ് വാട്ടർഫോൾസ് എന്ന് ഈ വെള്ളച്ചാട്ടത്തിന് പേര് നൽകിയത് ഇവിടെ വന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള ഒരു പാറക്കല്ലിന് ആനയുടെ രൂപസാദൃശ്യമുണ്ടായിരുന്നു. പിന്നീട് 1897 ഭൂമികുലുക്കത്തിൽ ആ പാറ പൊട്ടി ഷേപ്പൊക്കെ മാറിയെങ്കിലും ഇപ്പോഴും പേര് എലിഫന്റ് വാട്ടർഫോൾസ് എന്ന് തന്നെയാണ്. ഇവിടെ ഇടയ്ക്കിടെ ചൂരൽ കൊണ്ടുണ്ടാക്കിയ വേസ്റ്റ് ബിൻ കാണാം. ഇക്കോ ഫ്രണ്ട്ലി വേസ്റ്റ് ബിൻസ്. മനോഹരമായ ഒരു പൂന്തോട്ടവും ഇവിടെ കാണാം. അതുപോലെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കുന്ന കുറച്ച് ടൂറിസ്റ്റുകളും. ഇവിടുത്തെ കടകളിലൊക്കെ കൂടുതലും ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള കരകൗശല വസ്തുക്കളാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കൃഷിസ്ഥലങ്ങൾ കണ്ടു. ഇവർ വീടിനോട് ചേർന്ന് കൃഷി ചെയ്യാറില്ല, കൃഷിസ്ഥലം വേറെ തന്നെയാണ്. അതിൽ തന്നെ ആകെയുള്ളതിൽ പകുതിയിൽ മാത്രമേ ഒരു വർഷം കൃഷി ചെയ്യുകയുള്ളൂ. ബാക്കി പകുതി ചപ്പുചവറുകളും മറ്റുമിട്ട് അടുത്ത വർഷത്തേക്ക് ഒരുക്കി വെക്കും. കൂടുതൽ വിള ലഭിക്കാൻ ഇത് സഹായിക്കും എന്നാണ് ഇവർ പറയുന്നത്. പോകുന്ന വഴിയിൽ ഒരു വ്യൂ പോയിന്റ് കണ്ടു. ഡ്രൈവർ വണ്ടി അവിടെ നിർത്തി. വളരെ മനോഹരമായ ഒരു സ്ഥലം. പച്ചപിടിച്ച മലനിരകൾ, കോടമഞ്ഞ്, കണ്ണിനെ കുളിരണിയിക്കുന്ന ഒരു കാഴ്ച. വഴിയരികിൽ ചെറിയ ചില കടകൾ കാണാം. കച്ചവടക്കാരെല്ലാം സ്ത്രീകളാണ്. ചോളം വാങ്ങിച്ചു നോക്കി. ടേസ്റ്റ് എങ്ങനെ? കൊള്ളാം. ഓക്കെ. ഇവിടെ സിപ്പ് ലൈൻ പോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരമുണ്ട്. ഡിംബപ് വാലി എന്നാണ് ഈ വ്യൂ പോയിന്റിന്റെ പേര്. നമ്മൾ എവിടെ പോയാലും മലയാളികളെ കാണാൻ പറ്റും. വളരെ യാദൃച്ഛികമായി ഇവിടെയും ചില പരിചയക്കാരെ കണ്ടു. വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗാർഡൻ ഓഫ് കേവ്സിലാണ്. ഇവിടെ 11 സ്പോട്സ് ഉണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഓഫീസ് കണ്ടു. അവിടെ കുറെ വടി വെച്ചിട്ടുണ്ട്. കുറെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉള്ളതല്ലേ, ആവശ്യക്കാർക്ക് എടുക്കാം. ഇവിടെ ഒരു ഗുഹ എന്ന് പറഞ്ഞുകൂടാ, കുറച്ച് പാറക്കല്ലുകൾക്കിടയിലൂടെ മുൻപോട്ടൊരു വഴി. എത്തിയത് ഒരു വെള്ളച്ചാട്ടത്തിന് മുൻപിൽ. അധികം ഉയരത്തിലില്ലാത്ത ഒരു വെള്ളച്ചാട്ടം. പണ്ട് ഇവിടെ താമസിച്ചിരുന്ന മുനിമാരൊക്കെ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വെള്ളച്ചാട്ടമാണിതെന്നാണ് പറയുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. കല്ലുപാകിയ വഴിയിലൂടെ വീണ്ടും മുന്നോട്ട്. ഒരു പോയിന്റിൽ വെച്ച് വഴി 2ആയി പിരിയുന്നു. വലതുവശത്തുള്ള വഴിയെ പോയി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തുമെന്ന് അവിടെയുള്ള ഒരു ലേഡി പറഞ്ഞു. ഇവിടെ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ഇപ്പോൾ കണ്ടത്. അതിന്റെ അർത്ഥം ഷീൽഡ് എന്നാണ്. യുദ്ധസമയത്ത് ഉപയോഗിക്കുന്ന ഷീൽഡിന്റെ ആകൃതിയുള്ള ഒരു പാറ. പിന്നെ 2 സ്റ്റെപ്പായുള്ള ഭംഗിയുള്ള വെള്ളച്ചാട്ടം. ഞങ്ങളുടെ അടുത്ത സ്പോട്ട് ഒരു ഗുഹയാണ്. വളരെ ചെറിയ ഗുഹാമുഖം. അകത്ത് കയറിയപ്പോൾ
അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ വളരെ ഇടുങ്ങിയതും ചിലയിടങ്ങളിൽ നല്ല വിസ്താരമുള്ളതുമായ ഒരു ഗുഹ. മുകളിൽ നിന്നാകട്ടെ ഇടയ്ക്കിടെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. മണ്ണ് തീരെയില്ല, നല്ല തണുപ്പ്. വളരെ എൻജോയ് ചെയ്തു പുറത്തേക്കുള്ള സ്റ്റെപ്പിനടുത്തെത്തി. ഇനി കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങണം. അടുത്ത സ്പോട്ട് മരത്തിന്റെ വേരിലൂടെ ഒഴുകി ഇറങ്ങുന്ന വെള്ളച്ചാട്ടമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വീണ്ടും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കുറെ പാറ കഷ്ണങ്ങൾ. വീഴാതെ 7 എണ്ണം ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാൽ ഭാഗ്യമുണ്ടാവും എന്നാണ് ഇവരുടെ വിശ്വാസം. അടുത്തത് ഈ ഗാർഡൻ ഓഫ് കേവ്സിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമായ മധുമഹി വാട്ടർഫോൾസ്. अभी मधुमक्खी नहीं मिलता, बहुत पहले बहुत पहले ये मशीन में बहुत ज्यादा पानी। നടത്തം തുടർന്നപ്പോൾ വീണ്ടും മറ്റൊരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. വെള്ളം വീഴുമ്പോഴുള്ള ശബ്ദവും ആ ഡ്രോപ്സ് തെറിക്കുമ്പോഴുള്ള തണുപ്പും എല്ലാം കൂടി നല്ല രസം. കേസിന്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളെ, ഗുഹകള്, വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം, ഒന്നും പറയാനില്ല. ഈ പാറയില് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാല് ഗർഭപാത്രത്തിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞ് വാവ, ഒരു ബേബി ഇവിടെ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഈ ഒരു പാറയുടെ പ്രത്യേകത. അടുത്ത സ്പോട്ട് ഒരു ബാംബു ബ്രിഡ്ജാണ്. കംപ്ലീറ്റ് മുളകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം. നല്ല ലെങ്ത് ഉണ്ട്. ചിലയിടങ്ങളിൽ സ്റ്റെപ്പായിട്ടും ചിലയിടങ്ങളിൽ നേരെയും ഒക്കെയുള്ള വഴിയാണ്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. തൂണുകളും നിർമ്മിച്ചത് മുള കൊണ്ടാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. 1 വേ ആണ്. ഇവിടെ ഉള്ളത് ഒരു മെഡിസിനൽ വാട്ടർ ആണ്. ഇത് ഈ പാറയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന, ഈ നാട്ടുകാർ പറയുന്നത് ഇവരുടെ ഹെൽത്തിന് പറ്റുന്ന ഒരു എന്തൊക്കെയോ മെഡിസിൻസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഞാനൊന്ന് എടുത്തു നോക്കാം. നമ്മൾ കുറച്ച് വെള്ളം കളക്ട് ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. പ്രത്യേകിച്ച് രുചിയിൽ വലിയ വ്യത്യാസം ഒന്നും തോന്നുന്നില്ല. ഒരു കുടിച്ചപ്പോ ഒരു സുഖം. ഇവിടെ കുറെ നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്. എവിടെ നോക്കിയാലും പച്ചപ്പും മലനിരകളും. മുന്നിലായിട്ടൊരു കല്ല് കണ്ടു. കല്ലിനും ഉണ്ടൊരു കഥ പറയാൻ എന്ന് പറയുന്നത് പോലെ ഒരു ഹൃദയത്തിന്റെ ആകൃതിയുള്ള ഒരു കല്ല്. ചിലർ അതിൽ നാണയം ഇടുന്നുണ്ട്. എന്തിനാണാവോ? ഏതായാലും നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ് ഇവിടെ. അതിനുവേണ്ടി അവിടെ ഒരു സീറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. യാത്ര തുടരുകയാണ്. വഴിയിൽ വിറകുമായി പോകുന്ന ഗ്രാമീണർ. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. തലയിലാണ് ഇതിന്റെ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് നൊക്കാലിക്കെ വാട്ടർഫോൾസ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള പ്ലഞ്ച് വാട്ടർഫോൾസ് ആണിത്. പ്ലഞ്ച് എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് നേരിട്ട് താഴെ വെള്ളത്തിലേക്ക്, ഇടയ്ക്ക് എവിടെയും തട്ടാതെ മുട്ടാതെ. കാണാൻ നല്ല ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം കണ്ടപാടെ കുറച്ചു സമയം ഞങ്ങൾ സ്റ്റെക്കായി പോയി. ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതെ ആ സൗന്ദര്യം ആസ്വദിച്ച് നിന്നുപോയി. അത്രയ്ക്കും സ്റ്റണ്ണിങ് ബ്യൂട്ടിയാണ്. ഇവിടെ സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി കുറെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. അടുത്ത ഡെസ്റ്റിനേഷൻ മൗസുമി കേവ് ആണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ചുണ്ണാമ്പ് ഗുഹ. ഏറെക്കാലം വെള്ളം പാറകളിലൂടെ ഒലിച്ചിറങ്ങി രൂപപ്പെട്ടതാണിത്. ഇതിനകത്ത് കയറൽ കുറച്ച് സാഹസികത തന്നെയാണ്. കാരണം തീരെ ക്രമമില്ലാത്ത പാറകൾ, മുകളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികൾ, താഴെ വഴുക്കലുള്ള പാറക്കല്ലുകൾ, മാത്രമല്ല വളരെ ഇടുങ്ങിയ വഴികൾ. ചില സ്ഥലങ്ങളെ നമുക്ക് ഒരാൾക്ക് കഷ്ടിച്ച്, എന്താ പറയാ, ഈ നുഴഞ്ഞു കടക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മാത്രം കടക്കാൻ പറ്റുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും തീരെ കൊച്ചു കുട്ടികളും ഒക്കെ ഈ ഗുഹയ്ക്കകത്ത് കയറാതിരിക്കുന്നതാവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വർഷമായത് കൊണ്ട് തന്നെ കല്ലുകളിലൊക്കെ പല തരത്തിലുള്ള രൂപങ്ങൾ കാണാം. താഴെ ചിലയിടങ്ങളിൽ കുഴിയും അതിൽ നിറയെ വെള്ളവും ഒക്കെ ഉണ്ട്. വളരെ സൂക്ഷിച്ചു വേണം ഇതിലൂടെ നടക്കാൻ. പക്ഷേ നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് ഒരു എൻജോയബിൾ യാത്രയാണ് കേട്ടോ. പുറത്തേക്കുള്ളതാണെന്ന് തോന്നുന്നു. ഒരു വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. കേവ് ഏകദേശം തീരാറായതുപോലെ.
അങ്ങനെ നമ്മൾ മൗസ്മി കേവിന്റെ ഉള്ളിൽ കൂടെ ഏകദേശം എക്സിറ്റിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോരാ, ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം വെച്ചാൽ അതിന്റെ ഉള്ളില് ചില സ്ഥലങ്ങളെല്ലാം വളരെ ഇടുങ്ങിയതാണ്. അപ്പൊ നമുക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റില്ല. മണങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. വെളിച്ചവും കുറവാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇവര് ബൾബ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ താഴെയാണെങ്കിൽ വെള്ളം, പിന്നെ മുകളിൽ നിന്നും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എത്രയോ വർഷക്കാലം കൊണ്ട് നമ്മുടെ പ്രകൃതി നിർമ്മിച്ച ഒരു മനോഹരമായ ഒരു ശില്പം തന്നെ പറയാം. പാറകൾ കൊണ്ട് എന്താ ഒരു ഭംഗി, ശരിക്കും അനുഭവിച്ചറിഞ്ഞാലേ പറ്റും. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി. ഇവിടെയും ട്രഡീഷണൽ ഡ്രസ് ഇട്ട ആൾക്കാരെ കാണാം. അടുത്തതായി പോകുന്നത് 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ് കാണാനാണ്. നല്ല കോടയാണ്. നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ക്യാമറയിൽ അത്ര ക്ലിയർ ആയി തോന്നുന്നില്ല. ഇവിടെ മിക്കവാറും വ്യൂ പോയിന്റ്സിലെ എൻട്രി ടൈം വൈകിട്ട് 5 മണി വരെയാണ്. കാരണം രാവിലെ സൂര്യൻ വളരെ നേരത്തെ ഉദിക്കുകയും വൈകിട്ട് നേരത്തെ അസ്തമിക്കുകയും ചെയ്യുന്നതിനാൽ വേഗം ഇരുട്ടാവും. അപ്പൊ എന്റെ പിറകിലായിട്ടാണ് 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ് ഉള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ക്ലിയർ ആയിട്ട് ഇപ്പൊ ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നു, പക്ഷെ ക്യാമറയിൽ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടൂല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ പിറകിലൊരു കഥയുണ്ട്. അതായത് 7 സഹോദരിമാര് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അവര് പിന്നീട് വാട്ടർഫോൾസ് ആയി മാറി എന്നുള്ള ഒരു കഥയുണ്ട്. അതുകൂടാതെ നോർത്ത് ഈസ്റ്റ് നമുക്ക് 7 സംസ്ഥാനങ്ങളാണല്ലോ, ആ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു 7 വാട്ടർഫോൾസ് ആണെന്നുള്ള ഒരു കഥയും കൂടെ ഇതിന്റെ പിറകിലാണ്. ഇതാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. ഇതിനടുത്ത് തന്നെ ഒരു ഇക്കോ പാർക്ക് ഉണ്ട്. റൂമിൽ പോയി ഫ്രഷായി ഇനി ഒന്ന് ചുറ്റി കറങ്ങാം. നല്ല വൃത്തിയുള്ള സ്ഥലം. പൊതുവെ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് കവേഴ്സ് ഒന്നും തന്നെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിന് നല്ലൊരു തൃപ്തി തോന്നുന്നു. തീരെ വൃത്തിയില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് വരാൻ തോന്നില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഇക്കോ പാർക്കിൽ വാട്ടർ ഫൗണ്ടനും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ മുന്നിൽ ഒരു അരുവി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ നേരത്തെ കണ്ട 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസിൽ ചിലത് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന്. 2 വാട്ടർഫോൾസ് അടുത്ത് നിന്ന് കണ്ടു. ഒന്ന് കുറച്ച് നല്ല ഉയരത്തിലാണ്. നമ്മൾ വെറുതെ ഇവിടെയൊക്കെ ചുറ്റി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ചെറിയ ഡാം, പിന്നെ ചെറിയ 3 വെള്ളച്ചാട്ടങ്ങൾ. ഇവിടെ സ്ഥിരമായി മഴ പെയ്യുന്നത് കൊണ്ടും മലനിരകളായതുകൊണ്ടുമാണെന്ന് തോന്നുന്നു ഇത്രയേറെ സുന്ദരമായ വാട്ടർഫോൾസ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ വീടുകളും മറ്റു ബിൽഡിങ്ങുകളും ഒക്കെ തന്നെ അധികം ഉയരമില്ലാത്തതാണ്. ഭൂചലന സാധ്യതാ പ്രദേശമായതിനാൽ 4 നിലകളിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ പണിയാൻ ഇവിടെ അനുവാദമില്ല. ഒരു പാലത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഇരുവശത്തും നല്ല ഉയരമുള്ള മലയും ഇടയിലായി ഒരു പുഴയും. സുന്ദരമായ ഒരു കാഴ്ച. ഈ മുന്നിൽ കാണുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയാണ്. ഇരുമ്പ് വേലികെട്ടി വേർതിരിച്ചിരിക്കുകയാണ് ഇവിടെ. ഒരു ഗ്രാമത്തിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. മുന്നിൽ കാണുന്നത് ഒരു മരപ്പാലമാണ്. അധികം വെയിറ്റുള്ള വാഹനങ്ങൾ ഒരുമിച്ച് അതിലൂടെ പോകാൻ പറ്റില്ല. ഇവിടെ പൊതുവെ ഡ്രൈവർമാരൊക്കെ വളരെ ക്ഷമയുള്ളവരാണ്. അനാവശ്യമായി ഹോണടിച്ച് ബഹളം വെക്കുകയോ ഓവർടേക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. വഴിയിൽ കണ്ട ഒരു ചെടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ചൂലുണ്ടാക്കുന്ന ചെടിയാണെന്ന് ഡ്രൈവർ പറഞ്ഞു. അറ്റത്തെ പൂവാണ് ചൂലിന്റെ ബ്രഷായി ഉപയോഗിക്കുന്നത്. വഴിയിൽ ചെറിയ കുട്ടികൾ ഒരു കവറിൽ എന്തോ ഫ്രൂട്ട്സുമായി നിൽക്കുന്നത് കണ്ടു. സോഫി എന്നോ മറ്റോ ആണ് അതിന്റെ പേര് പറഞ്ഞത്. കുറച്ച് വാങ്ങി ടേസ്റ്റ് നോക്കി. ഒരു പുളിയും മധുരവും ഒക്കെയുള്ള ഒരു ഫ്രൂട്ട്. ഉപ്പും കൂട്ടിയാണ് സാധാരണ കഴിക്കുന്നതെന്നും അച്ചാറിടാനൊക്കെ ഉപയോഗിക്കുമെന്നൊക്കെ ഹുസൈൻ ചേട്ടൻ പറഞ്ഞു. മേഘാലയയിലെ ഫേമസ് ആയിട്ടുള്ള റൂട്ട് ബ്രിഡ്ജിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ കുറച്ച് വടികളും ഒരു ബോക്സും കാണാം. എഴുതി വെച്ചിരിക്കുന്നത് ഒരു വടിക്ക് 20 രൂപ. ബോക്സിൽ പൈസ ഇട്ടിട്ട് വടി എടുക്കാം. തിരിച്ചു വരുമ്പോൾ വടി അവിടെ വെച്ചാൽ മതി. എന്തൊരു വിശ്വാസം അല്ലേ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഒരു പുഴ കാണാം. നല്ല മഴയാവുമ്പോൾ ഇതിലൊക്കെ നല്ല വെള്ളമുണ്ടാവും. അതും നല്ല തെളിഞ്ഞ വെള്ളം. മേഘാലയയിലെ കാഴ്ചകളെല്ലാം തന്നെ നമ്മളെ ഒരുപാട് മനസ്സിനെ കുളിരണിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു റൂട്ട് ബ്രിഡ്ജിന്റെ താഴെയാണ്. അവിടെ എന്റെ പിറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും റൂട്ട് ബ്രിഡ്ജ്. ഈ റൂട്ട് ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മേഘാലയയിൽ ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് റൂട്ട് ബ്രിഡ്ജുകളുണ്ട്.
ഡബിൾ ഡെക്കർ ആയിട്ടുള്ള, അതായത് 2 നിലകളിലായിട്ടുള്ള റൂട്ട് ബ്രിഡ്ജ് പോലും ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള മരങ്ങളുടെ വേരുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മള് ഉണങ്ങിയ മരങ്ങൾ കൊണ്ടൊക്കെയാണ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താ പറ്റും, ആ മരങ്ങളുടെ കാലപ്പഴക്കം കൊണ്ട് ആ ബ്രിഡ്ജ് നശിച്ചു പോകും. പക്ഷെ അതേസമയം ഇവിടെ ലൈവ് ആയിട്ടുള്ളതായത് കാരണം മരത്തിന്റെ വേര് ഓരോ വർഷം കഴിയുന്നവർ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവുന്നതുകൊണ്ട് തന്നെ ഈ റോഡ് ബ്രിഡ്ജിന് നല്ല ബലം കിട്ടും. ഓരോ വർഷം കഴിയുന്നവർ അത് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ റൂട്ട് ബ്രിഡ്ജുകളുടെ പ്രത്യേകത. ഇതുപോലുള്ള റൂട്ട് ബ്രിഡ്ജുകൾ ഇവിടെ മേഘാലയയിൽ കുറേ ഉണ്ട്. റൂട്ട് ബ്രിഡ്ജിലെ കാഴ്ചകൾക്ക് ശേഷം തിരികെ റൂമിലേക്ക്. ഇനിയും ഏറെ വിശേഷങ്ങൾ പറയാനുണ്ട്. കണ്ടത് സുന്ദരം, കാണാനിരിക്കുന്നത് അതിസുന്ദരം എന്നല്ലേ? മേഘാലയയിലെ മോസ്റ്റ് ക്ലിയറസ്റ്റ് റിവറായ ഡൗക്കി റിവറിലെയും മോസ്റ്റ് ക്ലീനസ്റ്റ് വില്ലേജിലെയും ഒക്കെ വിശേഷങ്ങളുമായി വഴിയിൽ കൂടിയായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ നിന്നും കുറച്ചു പേരൊക്കെ നമ്മള് റാങ്ശ്രീ വാട്ടർഫോൾസിന്റെ അടുത്ത് എത്തിയിട്ടാണ്. ഇതൊക്കെ ഇവിടെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഹോം സ്റ്റേകളാണ്.